തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് 74.86% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വിശദമായി നോക്കാം. ഷഫീഖ് നസറുള്ള ചേരും. കാസർഗോഡ് ജില്ലയിൽ 74.7% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏറെ സമാധാനപരമായിരുന്നു കാസർഗോഡ് ജില്ലയിലെ പോളിംഗ്. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് 2 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ UDF ബൂത്ത് ഏജന്റുമാർക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. പിലിക്കോട് പഞ്ചായത്തിലെ 13ാം വാർഡിൽ UDF ബൂത്ത് ഏജന്റുമാർക്കാണ് മർദ്ദനമേറ്റത്. കള്ളവോട്ട് ചോദ്യം ചെയ്തതിൽ CPM പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതിയിലുള്ളത്. പരിക്കേറ്റ UDF പഞ്ചായത്ത് ചെയർമാൻ നിഷാം പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ തന്നെ ചന്തേര വാർഡിൽ UDF സ്ഥാനാർത്ഥിക്ക് നേരെ അക്രമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൂത്തിന് പുറത്തുനിന്ന സ്ഥാനാർത്ഥിക്ക് നേരെ CPM പ്രവർത്തകർ നായ്ക്കുരണപ്പൊടി വിതറി എന്നാണ് പരാതിയിലുള്ളത്. സ്ഥാനാർത്ഥിയായ രാഘവൻ കുളങ്ങരയ്ക്ക് നേരെയാണ് അക്രമമുണ്ടായത്. ഈ നായ്ക്കുരണ പൊടി എറിഞ്ഞ പ്രവർത്തകനെ പിടികൂടുന്നതിന് പോലീസ് ശ്രമം നടത്തിയെങ്കിലും CPM പ്രവർത്തകൻ ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം കാസർഗോഡിൻ്റെ വിവിധ ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നു എന്ന ആരോപണവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാസർഗോഡ് മധൂർ പഞ്ചായത്തിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമം നടന്നു. GLPS കുഡ്വിലാണ് ഇത്തരത്തിൽ കള്ളവോട്ട് നടത്താൻ ആളെത്തിയത്. പോലീസ് തടഞ്ഞതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. മഞ്ചേശ്വരം പഞ്ചായത്തിൽ 20ാം വാർഡ് മഞ്ചേശ്വരം പഞ്ചായത്തിലെ 2ാം വാർഡായ തുമിനാട്ടിൽ കള്ളവോട്ടിന് ശ്രമം നടന്നിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇവിടെ കള്ളവോട്ടിന് എത്തിയത്. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുഞ്ചത്തൂരിലും കള്ളവോട്ട് നടന്നു എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. പുത്തിക പഞ്ചായത്തിൽ കള്ളവോട്ട് ആരോപണം ഉണ്ട്. BJP ആണ് ആരോപണം ഉന്നയിക്കുന്നത്. CPM പ്രവർത്തകരെ കള്ളവോട്ടിനെത്തി എന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ തടഞ്ഞു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇങ്ങനെ ചില കേന്ദ്രങ്ങളിലൊക്കെ കള്ളവോട്ട് നടന്നു എന്ന പരാതിയുമായി UDFും CPMും BJPയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഇത്തരം ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏറെ സമാധാനപരമായിരുന്നു കാസർഗോഡ് ജില്ലയിലെ പോളിംഗ്.